ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ അടുത്ത ആഴ്ച മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അടുത്ത ആഴ്ച ആണെങ്കിൽ നമ്മുടെ പ്രകാശൻ പെമ്മക്കളെ കണ്ടിട്ട് മനോഹറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മനോഹരെ നമ്മളൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ കാത്തിരിക്കാണ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ കള്ളം പറയാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് ഇനിയുള്ള കാലം അവരുടെ കൂടെ സുഖമായിട്ട് ഉള്ള കാലം എത്രയെന്ന് അറിയില്ല, അത്രയും കാലം എനിക്ക് അവരുടെ കൂടെ ജീവിക്കണോടെ മനോഹരെ എന്ന് മനോഹറിനോട് തുറന്നു പറയാണ് പ്രകാശൻ. അത് നന്നായി അങ്കിള് കോടതിയിൽ ചെറിയൊരു നുണ പറയുകയാണെങ്കിൽ അങ്കിളിന് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും. അങ്കിളുടെ പെൺമക്കളുടെ കൂടെ ഇനിയുള്ള കാലം അങ്കിളിനെ ജീവിക്കാം എന്നൊക്കെ മനോഹറും പറയുന്നുണ്ട്. ശേഷം ഷാരി ഐസിയുന്ന് നേരെ റൂമിലേക്ക് മാറ്റി കേട്ടോ. ഷാരി കണ്ണു തുറക്കുന്നുണ്ട്. അപ്പോഴും ഷാരിയുടെ അഹങ്കാരവും അസൂയയും കുശുമ്പും പരദൂഷണവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശത്രുത ഒന്നും മാറിയിട്ടില്ല കേട്ടോ. സരയുവിനോട് പറയാണ്, മോളി കാണിക്കണതൊക്കെ കിരണിന് ഒരു സംശയവും തോന്നാൻ പാടില്ല. അവന് എന്തെങ്കിലും സംശയം തോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോളി ചെയ്യേണ്ടതൊക്കെ എല്ലാം വെറുതെ ആയിപ്പോവും. പിന്നെ ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ, അതായത് കല്യാണി നിന്നെ വെറുക്കുന്നതിനേക്കാളും നിന്നെ വെറുക്കാൻ പോണത് അവനായിരിക്കും കിരൺ. അതുകൊണ്ട് തന്നെ മോളെ ഒരിക്കലും അവനൊരു സംശയം വരാതെ നീ നോക്കണം എന്ന് പറയണം. സരിയു പറയണ്ട്, എന്തായാലും എനിക്ക് അമ്മയുടെ ഇപ്പൊ ഇഷ്ടം കൂടി വരുവാണ്. എനിക്ക് എന്റെ പെറ്റമ്മേനേക്കാൾ ഇഷ്ടം എന്റെ പോറ്റമ്മ എടുത്താ. കാരണം എന്താണെന്നറിയാവോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം ചെയ്തല്ലോ. നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടക്കുന്ന സമയത്തും നിങ്ങൾ എന്നെ ഒറ്റിയില്ലല്ലോ. അത് നിങ്ങളെ ഞാൻ വലിയ മനസ്സോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും ഇനിയുള്ള കാലം ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ സരയു നമ്മുടെ ഷാരിക്ക് വാക്ക് കൊടുക്കുകയാണ്. ഷാരിക്ക് ഒരു കുറ്റബോധവും ഇല്ല കേട്ടോ. അപ്പോഴും സരയു കിരണിനെ വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് സരയു വിചാരിക്കണത്. ശേഷം സരയു വീട്ടിലെടുത്ത് ഷാരി എടുത്ത് പറയണ്ട്, നോക്ക് ഷാരിയുടെ താരെടുത്ത് പറഞ്ഞിട്ട്, നോക്ക് കിരണ് എനിക്കുള്ളതാണ്, ഞാൻ മാത്രമേ അവനെ വിവാഹം കഴിക്കുള്ളൂ, എനിക്ക് മാത്രം ഉള്ളതാണ് അവൻ. നോക്ക് അതുകൊണ്ട് ആ കല്യാണിനെ ഒഴിവാക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അവനെ സ്വന്തമാക്കിയിരിക്കും. അവനില്ലാത്ത ജീവിതം പിന്നെ എനിക്ക് വേണ്ട. അവൻ ഒരിക്കലും കല്യാണിയുടെ കൂടെ ജീവിക്കാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും കല്യാണിയുടെ കൂടെ അവൻ ജീവിക്കാൻ പാടില്ല. മനസ്സിലായോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകാട്ടോ. അതിനുശേഷം താരനെ കാണാൻ വേണ്ടി വീണ്ടും കല്യാണി വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ നമ്മുടെ സരയു രണ്ട് ഗുണ്ടകളെ വീണ്ടും പോയി കാണുന്നുണ്ട്. വേറെ രണ്ട് ഗുണ്ടകളോ വിക്രത്തിന്റെ കൂട്ടുകാരാണോന്ന് അറിയില്ല. രണ്ട് ചെറുപ്പക്കാരെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വീണ്ടും പണം കൊടുക്കാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. പിന്നീടാണ് കാണിക്കുന്നത്, നമ്മുടെ കല്യാണി താരനെ കാണാൻ വേണ്ടി താരയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. താര ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നുണ്ട്. ആ ഓറഞ്ച് ജ്യൂസ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കാം ഓറഞ്ച് ജ്യൂസിൽ എന്തോ ഉണ്ടെന്ന്. അങ്ങനെ ആ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് താര നേരെ കല്യാണിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. കല്യാണി ഓറഞ്ച് ജ്യൂസ് സന്തോഷത്തോടു കൂടി തന്നെ കുടിക്കുകയാണ്. ആ ഓറഞ്ച് ജ്യൂസിൽ നമ്മുടെ സരയു എന്തെങ്കിലും കലക്കിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ്സ് വരുമ്പോഴേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും സരയുവിന്റെ കള്ളത്തരം പിടിച്ചിരുന്ന രീതിയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത് വെറും 20 സെക്കൻഡ് പ്രൊമോ മാത്രമാണ്. അതുകൊണ്ട് ഫുൾ പ്രൊമോ വന്നിട്ടില്ല. ഫുൾ പ്രൊമോ വന്നാൽ മാത്രമേ എന്തൊക്കെ സംഭവിക്കുന്നു കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ചെറിയ പ്രൊമോ മാത്രമേ വന്നുള്ളൂ. അതിന്റെ റിവ്യൂ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ. Bye bye.